പ്രപഞ്ച സത്യങ്ങളുടെ ഉറവിടമായ ഹിമശൈലാദ്രിയിലെ കൈലാസം. മഹാമേരു പർവ്വതത്തിന്റെ മൂർത്തഭാവമായ കൈലാസം പാതാളം മുതൽ സ്വർഗം വരെ 14 ലോകങ്ങളിലുമായി ഉയർന്നു നിൽക്കുന്നു. താമരയില പോലെ 6 പർവ്വതങ്ങളുടെ നടുവിലായി വിരാജിക്കുന്ന കൈലാസം പൊൻതിങ്കൾ കലചൂടുന്ന സംഹാരമൂർത്തിയായ ശ്രീ പരമേശ്വരന്റെ വാസസ്ഥാനമാണ്. ഒരു ദിവസം പാർവതി പരമേശ്വരന്മാർ കൈലാസത്തിൽ സല്ലപിച്ചിരിക്കുമ്പോൾ കഠിന തപസ്സുകൊണ്ട് ബ്രഹ്മദേവനിൽ നിന്ന് അജയ്യനാവാനുള്ള വരപ്രാപ്തി നേടിയ രാക്ഷസ രാജാവായ രാവണൻ കൈലാസത്തിൽ എത്തുന്നു. കൈലാസത്തിലേക്കുള്ള പടവുകൾ കയറാനൊരുങ്ങിയ രാവണന്റെ മാർഗം ശ്രീ പരമേശ്വരന്റെ വാഹനമായ നന്ദികേശൻ തടയുന്നു. ഇതിൽ കുപിതനായ ലങ്കാപതി രാവണൻ നന്ദികേശനെയും സ്വാമിയായ ശ്രീ പരമേശ്വരനെയും കൈലാസ ശൃംഗത്തെയും പിഴുതെറിയുമെന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ച് കൈലാസം അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. പ്രഭു, എന്താണ് ഈ സംഭവിക്കുന്നത്? അചഞ്ചലമായ ഈ കൈലാസശൈലം കുലുങ്ങുകയാണല്ലോ. ഈ ത്രേതായുഗത്തിലും കൽപ്പാന്തമോ? പരിഭ്രമിക്കേണ്ട പാർവതി, എന്തെല്ലാം മായാവൈഭവങ്ങൾ ഈ വിശ്വത്തിൽ സംഭവിക്കുന്നു. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും അങ്ങയുടെ മായയാണോ ഭഗവാനെ? അല്ല ദേവി, ഇത് ദശമുഖനായ ലങ്കാപതി രാവണന്റെ വരപ്രാപ്തിയിലുള്ള അഹങ്കാരത്തിന്റെ മൂർധന്യഭാവമാണ്. ഞാനെന്ന ഭാവത്താൽ രാവണൻ സ്വയം മറന്നിരിക്കുന്നു. അപ്പോൾ ഈ അഹന്തയ്ക്കുള്ള ശിക്ഷ? ഇത് കണ്ടോളൂ പ്രിയേ. അമ്മേ, എന്റെ കരങ്ങൾ. അമ്മേ, അമ്മേ, രാവണ, ഭഗവാനെ, ഭക്തവത്സല, ശ്രീ പരമേശ്വര, അടിയന്റെ അഹങ്കാരം സർവം പൊറുക്കേണമേ. അങ്ങയുടെ വരപ്രാപ്തിയാൽ എന്റെ ഉൾക്കണ്ണിൻ തിമിരവാരണം സാധിച്ചിരിക്കുന്നു. ജഗൽപദേ, ശ്രീ നീലകണ്ഠ, പാർവതി വല്ലഭ, എന്നിൽ കനിഞ്ഞനുഗ്രഹിച്ചാലും. നാം നിന്നിൽ ക്ഷമിച്ചിരിക്കുന്നു. കലയുടെ കേദാരഭൂമിയായ കേരളത്തിന്റെ അനുഗ്രഹീത കലാകാരൻ, ശില്പകലാരത്നം, ആർട്ടിസ്റ്റ് പെരുമൺ A.T. ബിജുകുമാർ അണിയിച്ചൊരുക്കിയ കരവിരുതിന്റെ കമനീയ ശില്പചാതുര്യം, കൈലാസോദ്ധാരണം